നമസ്കാരം. വെന്നിക്കൊടി പാറച്ചുകൊണ്ട് പുടിന്റെ വൻ നീക്കം. ഒരു ഭാഗത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ വാക്പോരും വെല്ലുവിളിയും നടക്കുന്നു. മറുവശത്താകട്ടെ ഉക്രൈന്റെയും തങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള ദൗത്യവുമായി യൂറോപ്പിലെ നേതാക്കളും. അതിനിടെ റഷ്യ ഉക്രൈനെതിരായ യുദ്ധത്തിൽ തങ്ങളുടെ വിജയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഉക്രൈനെതിരായ യുദ്ധവിജയം മാത്രമല്ല, നാറ്റോക്കെതിരായ ജൈത്രയാത്ര കൂടി വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിക്കുമെന്നാണ് ഉക്രൈന്റെ സൈനിക ഇന്റലിജൻസ് ഏജൻസി വെളിപ്പെടുത്തിയത്. യുദ്ധത്തിൽ പാശ്ചാത്യ ശക്തികൾക്ക് പരാജയം സംഭവിച്ചുവെന്ന് ഉറപ്പിക്കാനാണ് പുടിൻ തയ്യാറെടുക്കുന്നത്. അതിനിടെ റഷ്യയുടെ ആക്രമണ യുദ്ധം, പൂർണ്ണ തോതിലുള്ള അധിനിവേശം തുടങ്ങിയ പദങ്ങൾ യുദ്ധം തുടങ്ങിയ അന്നു മുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ പതിവായി ഉപയോഗിച്ചു വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രതിനിധികൾ റഷ്യൻ ആക്രമണമെന്ന് ഉപയോഗിക്കരുതെന്നും മൃദുവായ ഭാഷ ഉപയോഗിക്കണമെന്നും ആഹ്വാനം ചെയ്തതായി ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിലും പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. സംഘർഷത്തിന് ഉത്തരവാദി ഉക്രൈനാണെന്നും സെലൻസ്കിയെ തിരഞ്ഞെടുപ്പ് നടത്താത്ത സ്വേച്ഛാധിപതി എന്നും ട്രംപ് വിശേഷിപ്പിച്ചു. ഫെബ്രുവരി 24 നടക്കാനിരിക്കുന്ന റഷ്യൻ ആക്രമണത്തെ അപലപിക്കുന്ന കരട് UN പ്രമേയത്തിന് സഹ സ്പോൺസർഷിപ്പ് നൽകാൻ അമേരിക്ക വിസമ്മതിക്കുകയാണെന്ന് റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു. ഉക്രൈന്റെ ഏറ്റവും ശക്തമായ പാശ്ചാത്യ സഖ്യകക്ഷിയുടെ വ്യക്തമായ മാറ്റമാണിത്. സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള വിള്ളൽ വർദ്ധിക്കുന്നതിനെ ഇത് എടുത്തു കാണിക്കുന്നുവെന്നും വാർത്താ ഏജൻസികൾ പറയുന്നു. തങ്ങളുടെ അതിർത്തികളിലേക്കുള്ള നാറ്റോ വ്യാപനം, അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യത്തിൽ ചേരാനുള്ള ഉക്രൈന്റെ ആഗ്രഹം, റഷ്യൻ സംസാരിക്കുന്ന ഡോൺബാസ് മേഖലയോടുള്ള ഉക്രൈന്റെ നയങ്ങൾ എന്നിവയൊക്കെയാണ് ഉക്രൈൻ സംഘർഷത്തിന് കാരണമായതെന്ന് റഷ്യ വാദിക്കുന്നു. സമാധാന ഒത്തുതീർപ്പിന്റെ ഫലമായി ഉക്രൈന് നാറ്റോ അംഗത്വത്തിനുള്ള സാധ്യതയെ ട്രംപും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും തള്ളിക്കളയുകയുമുണ്ടായി. അതേസമയം ട്രംപ് റഷ്യയെ G7 വീണ്ടും ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചു. 1988 രാജ്യം ഗ്രൂപ്പിൽ ചേരുകയും G8 അംഗമാകുകയും ചെയ്തു. 2014 വരെ അംഗമായി തുടർന്നു വന്നിരുന്നു. ക്രിമിയൊരു റഫറണ്ടത്തിൽ റഷ്യയിൽ ചേരാൻ വോട്ട് ചെയ്തതിനെ തുടർന്ന് ആ വർഷം മാർച്ചിൽ റഷ്യയുടെ G8 അംഗത്വം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പറഞ്ഞു വന്നത്, റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന്റെ 3ാം വാർഷികമാണ് ഈ വരുന്ന തിങ്കളാഴ്ച. 2014 റഷ്യ ക്രിമിയയും കിഴക്കൻ ഉക്രൈനിലെ ഡൊണറ്റ്സ്, ലുഹാൻസ് മേഖലകളും പിടിച്ചെടുത്തപ്പോൾ മുതലാണ് യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിന്റെയൊക്കെ ആരംഭം. പക്ഷേ പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ഫെബ്രുവരി 24 3 വർഷം തികയുകയാണ്. ട്രംപ് ഭരണകൂടം യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുമ്പോൾ വെടിനിർത്തൽ കരാറിൽ റഷ്യയ്ക്ക് മേൽക്കൈ കിട്ടുമെന്ന തരത്തിലാകുമെന്ന ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഉക്രൈനുമുണ്ട്. പുടിന്റെ സൈനിക അധിനിവേശത്തിന് പാരിതോഷികം നൽകുന്നത് പോലെയുള്ള ഉപാധികൾ കരാറിൽ വരുമോ എന്നാണ് സംശയം. ഉക്രൈനിൽ ആഭ്യന്തര അസ്ഥിരത സൃഷ്ടിക്കാൻ റഷ്യ ശ്രമം ഊർജിതമാക്കിയെന്നും കീവിന്റെ GUR റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പൗരന്മാർക്കിടയിൽ തെറ്റായ വിവരം പരത്തുവാനും പാശ്ചാത്യ സഖ്യകക്ഷികളുടെ പിന്തുണയുടെ വിലയിടിക്കാനും ശ്രമം നടത്തുന്നു. സമാധാനപരമായ കരാറിന് സന്നദ്ധമെന്ന പ്രതീതി സൃഷ്ടിച്ച് പരിഷ്കൃത ലോകത്തിന് മുമ്പിലെ തങ്ങളുടെ യുദ്ധക്കുറ്റവാളി എന്ന പ്രതിച്ഛായ മായ്ക്കാനാണ് റഷ്യയുടെ പരിശ്രമമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനു പുറമെ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഉക്രൈനെ വഞ്ചിച്ചു. റഷ്യയോ അമേരിക്കയോ യൂറോപ്യന്മാരും ഉക്രൈന്റെ അഭിപ്രായങ്ങളെ വിലമതിക്കുന്നില്ല. ഉക്രൈൻ സർക്കാർ അനധികൃതമാണ്. ഉക്രൈനെ മാറ്റി നിർത്തി അമേരിക്കയും റഷ്യയും തമ്മിൽ എല്ലാ കാര്യത്തിലും ധാരണയിലെത്തി. ഉക്രൈൻ സൈന്യം യുദ്ധത്തിൽ തോറ്റോടുന്നു. അമേരിക്കയുടെ സഹായത്തിൽ നിന്നുള്ള ബില്യൺ കണക്കിന് ഡോളറുകൾ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റുന്നു എന്നിങ്ങനെയൊക്കെയാണ് കുപ്രചരണം നടത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ സെലൻസ്കിയുടെ സ്വേച്ഛാധിപത്യത്തെക്കുറിച്ച് അവരാരും മിണ്ടുന്നേയില്ല. റഷ്യയാണ് ഉക്രൈനിൽ അധിനിവേശം നടത്തിയതെങ്കിലും എല്ലാറ്റിനും ഉക്രൈൻ പ്രസിഡന്റിനെ പഴിക്കുന്ന സമീപനമാണ് ട്രംപ് സ്വീകരിക്കുന്നത് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട്. റഷ്യൻ വ്യാജ വാർത്തകളിൽ വീണിരിക്കുകയാണ് ട്രംപ് എന്ന് സെലൻസ്കി തിരിച്ചടിച്ചതും ട്രംപിനെ പ്രകോപിപ്പിച്ചു. അതോടെ തിരഞ്ഞെടുപ്പ് നടത്താതെ സ്വേച്ഛാധിപതിയായി വാഴുകയാണ് സെലൻസ്കി എന്നും ജനപിന്തുണ നഷ്ടപ്പെട്ട നേതാവാണെന്നും ട്രംപ് വിമർശിച്ചു. പക്ഷേ അതൊരു സത്യമാണെന്ന് മറ്റ് നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം സെലൻസ്കിയെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ വിൻസ്റ്റൺ ചർച്ചിലിനോടാണ് അദ്ദേഹത്തെ താരതമ്യം ചെയ്തത്. യുദ്ധസമയത്ത് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ മതിയായ കാരണമുണ്ടെന്നും സ്റ്റാമർ പറയുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയും ഉക്രൈനെ പിന്തുണച്ചു. തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് റഷ്യയും ഉക്രൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യുദ്ധം താറുമാറാക്കിയ ഉക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, വിശേഷിച്ചും റഷ്യൻ നിയന്ത്രിത മേഖലകളിൽ. എന്നാൽ വേറൊരു പ്രധാനപ്പെട്ട വിഷയവും ഇവിടെയുണ്ട്. ഇപ്പോൾ എങ്ങാനും ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അത് സെലൻസ്കിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാകുമെന്നതും സത്യമാണ്. എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ എത്തിക്കാൻ യൂറോപ്യൻ നേതാക്കൾ തങ്ങളുടേതായ രീതിയിൽ ശ്രമം തുടരുന്നുണ്ട് എന്ന വാർത്ത വെറും വ്യാജമാണെന്ന് തന്നെയാണ് നാറ്റോയുടെ പല നീക്കങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. കാരണം വീണ്ടും വീണ്ടും പല രാജ്യങ്ങളിൽ നിന്നും പല സൈനികർ യുക്രൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ എത്തിക്കാൻ യൂറോപ്യൻ നേതാക്കൾ തങ്ങളുടേതായ രീതിയിൽ പരിശ്രമം തുടരുന്നു എന്ന വാർത്ത വ്യാജമാണെന്ന് ഇപ്പോൾ പരക്കെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്.
നാറ്റോ സഖ്യരാജ്യങ്ങളിലുള്ള പല സൈനികരും ഇപ്പോൾ വീണ്ടും ഉക്രൈനിലേക്ക് തമ്പടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെതിരെ മാത്രം ആർക്കും ഒന്നും സംസാരിക്കാനില്ല. എന്തായാലും യുദ്ധം ഇപ്പോൾ റഷ്യ തന്നെ വിജയിച്ചിരിക്കുകയാണ്. അതിനി കൂടുതൽ തെളിവുകളോ അല്ലെങ്കിൽ രേഖകളോ ഒന്നും ആവശ്യമില്ല. ട്രംപ് തന്നെ റഷ്യയോടൊപ്പം ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കൂ. പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.